അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, നമുക്കറിയാം നല്ല പഠിക്കുന്ന കുട്ടികൾക്കും എന്നാൽ തീരെ പഠിക്കാത്ത കുട്ടികൾക്കും പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ വലിയ ഒരു പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പഠിക്കാത്ത കുട്ടികൾക്ക് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, എങ്ങനെയാണ് ഇനി എക്സാം എഴുതുക എന്നുള്ള പേടിയായിരിക്കും അവർക്ക്. എന്നാൽ പഠിച്ച കുട്ടികൾക്കുണ്ടാകുന്ന പേടി, പരീക്ഷാ ഹാളിൽ നിന്ന് ഞാൻ പഠിച്ചത് എനിക്ക് ഓർമ്മയിൽ വരാതിരിക്കുമോ എന്നുള്ള ഒരു പേടിയായിരിക്കും അവർക്കുണ്ടാകുക. എന്നാൽ ഈ കാര്യമോർത്ത് കുട്ടികൾക്ക് ഇത്രയധികം പേടിയും വിഷമവും ഉണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി പേടിയും വിഷമവുമായിരിക്കും അവരുടെ മനസ്സിൽ ഉണ്ടാകുക. ഒട്ടുമിക്ക രക്ഷിതാക്കളുടെയും വിഷമം ഇതായിരിക്കും: എൻ്റെ മക്കളേക്കാൾ മാർക്ക് തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാകുമോ എന്നുള്ള വിഷമത്തിലായിരിക്കും. ഇനി അഥവാ അവർക്ക് മാർക്ക് ഉണ്ടായാൽ എങ്ങനെയാണ് ഞാൻ അവരുടെ രക്ഷിതാക്കളുടെ മുഖത്ത് നോക്കുക എന്നുള്ള വിഷമമായിരിക്കും ഒട്ടുമിക്ക രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്നത്. എന്നാൽ ഇതിൻ്റെ പേരിൽ ഒരുപാട് രക്ഷിതാക്കളും സ്വന്തം മക്കളെ വലിയ രീതിയിൽ ഉപദ്രവിച്ച് മനസ്സ് വേദനിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. പിന്നീട് കുട്ടികൾ പഠിക്കുന്നത് രക്ഷിതാക്കളെ പേടിച്ചിട്ടായിരിക്കും, രക്ഷിതാക്കളെ ഭയന്നുകൊണ്ടായിരിക്കും അവർ അത് പഠിക്കുന്നത്. എന്നാൽ രക്ഷിതാക്കൾ കുട്ടികളെ ഇങ്ങനെയൊക്കെ മർദ്ദിച്ച് പഠിപ്പിക്കുന്നത് അവരുടെ ഒരു താല്പര്യത്തിനായിരിക്കും. തൊട്ടടുത്തുള്ള കുട്ടിയേക്കാൾ മാർക്കുണ്ടാകാനോ അല്ലെങ്കിൽ മദ്രസയിൽ നല്ല മാർക്കുള്ള കുട്ടിയാകാനോ ഒക്കെ അവരുടെ ഒരു താല്പര്യത്തിനായിരിക്കും കുട്ടികളെ ഇങ്ങനെയൊക്കെ മർദ്ദിച്ച് പഠിപ്പിക്കുന്നത്. എന്നാൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളെ ഇങ്ങനെയൊന്നും പഠിപ്പിക്കരുത്. കാരണം അതുകൊണ്ട് അവർക്ക് മാനസികമായിട്ട് വലിയ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ് അത്. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, മതപരമായിട്ടും ഭൗതികപരമായിട്ടൊക്കെ പഠിപ്പിക്കണം. എന്നാൽ അതൊരു സ്വാതന്ത്ര്യത്തോടു കൂടി ആയിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിനോട് തന്നെ വലിയൊരു വെറുപ്പാകും. അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത് പഠിപ്പിച്ചാൽ മാത്രമേ അവരുടെ ജീവിതത്തിലും അവരുടെ സ്വഭാവത്തിലൊക്കെ നമുക്ക് അത് കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ മറ്റുള്ള ആളുകളുടെ മുന്നിൽ നമ്മുടെ മക്കൾ വലിയ ബുദ്ധിമാനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ മക്കളെ ഉപദ്രവിച്ചുകൊണ്ടും മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ടും നമ്മൾ പഠിപ്പിക്കരുത്. കുട്ടികളെ കൂടുതൽ സമയവും മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടും മർദ്ദിച്ചുകൊണ്ടും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല പ്രശ്നങ്ങളും പല രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല കുട്ടികളുടെ വളർച്ചയ്ക്ക് തന്നെ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യും. അതുകൊണ്ട് രക്ഷിതാക്കൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കുക. നാമൊക്കെയും ഒരുപാട് വാർത്തകളിലും അല്ലാതെയുമൊക്കെ കേൾക്കുന്ന കാര്യമാണ്, പരീക്ഷയിൽ കുറച്ച് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ രക്ഷിതാക്കളുടെ ഉപദ്രവം പേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് തന്നെ വരാതെ അവർ അവസാനം ജീവൻ വരെ അവസാനിപ്പിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ മക്കൾ നല്ല പഠിക്കണം എന്ന് കരുതി മക്കളെ വിഷമിപ്പിച്ചുകൊണ്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവസാനം മക്കൾ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് അത് പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, കുട്ടികൾക്കും വലിയവർക്കുമൊക്കെ ബുദ്ധിശക്തി വർദ്ധിക്കാനും പഠിച്ചത് മറക്കാതിരിക്കാനും എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ ഉണ്ടാകുവാനും പരീക്ഷാ ഹാളിൽ നിന്ന് നമ്മൾ പഠിച്ചത് നമുക്ക് ഓർമ്മയിൽ വരുന്നില്ലെങ്കിൽ അത് നമുക്ക് ഓർമ്മയിൽ വരുവാനും നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്റാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്ർ നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്നും ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ പരീക്ഷ എളുപ്പമാകുകയും നിങ്ങൾ ആ പരീക്ഷയിൽ വിജയിക്കുന്നതുമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ എന്നും ഞാൻ വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ ഉസ്താദെ ദുആ ചെയ്യണം എക്സാമിൽ പാസ്സാകാൻ വേണ്ടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അവർക്ക് എന്നല്ല, ഓർമ്മക്കുറവുള്ള എല്ലാവർക്കും ഈ ദിക്റ് ചൊല്ലിയാൽ നല്ല ഓർമ്മശക്തി ഉണ്ടാകുന്നതാണ്. ഈ ദിക്റ് കുറേ വർഷമായി കുട്ടികളൊക്കെ ചൊല്ലിപ്പോരുന്നു, എല്ലാവർക്കും നല്ല വിജയമാണ് കാണുന്നത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്റ് ചൊല്ലുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അലം നശ്റഹ് ലക സദ്റക് എന്ന ഈ സൂറത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഓതണം. കാരണം ഈ സൂറത്ത് നമ്മൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഓതുന്നത് കൊണ്ട് നമുക്ക് നല്ല പഠിക്കാൻ കഴിയുവാനും മാത്രമല്ല
പഠിച്ചത് ഒരിക്കലും അത് മറന്നു പോകാതിരിക്കാനുമൊക്കെ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ സൂറത്ത് പഠിക്കുന്ന കുട്ടികളും വലിയവരുമൊക്കെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുക. ഇത് നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കാൻ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു സൂറത്താണ് ഇത്. ഇനി പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ എളുപ്പമാകുവാനും പഠിച്ചതൊക്കെ ഓർമ്മയിൽ കിട്ടുവാനും പരീക്ഷയിൽ നല്ല വിജയം ഉണ്ടാകുവാനുമൊക്കെ ചൊല്ലേണ്ട ദിക്ർ ഇനി പറഞ്ഞു തരാം. പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ കയറുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് കയറുക. അങ്ങനെ പരീക്ഷാ ഹാളിൽ കയറിയ ഉടൻ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്വലാത്ത് ചൊല്ലുക. നിങ്ങൾക്ക് അറിയാവുന്ന ഏത് സ്വലാത്ത് ചൊല്ലിയാലും മതി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅല ആലി സയ്യിദിന മുഹമ്മദ്, ഈ സ്വലാത്ത് ചൊല്ലിയാലും മതി. അപ്പോൾ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിൻ്റെ മുമ്പായിട്ട് ബിസ്മി ചൊല്ലുക. പരീക്ഷാ ഹാളിലേക്ക് കയറിയതിന് ശേഷം ഒരു സ്വലാത്ത് നിങ്ങൾക്ക് അറിയുന്നത് ചൊല്ലുക. ഞാൻ ഈ പറഞ്ഞു തന്ന സ്വലാത്ത് ചൊല്ലിയാലും മതി. എന്നതിന് ശേഷം നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരുന്നതിന് ശേഷം ഈ ദിക്ർ 19 പ്രാവശ്യം ചൊല്ലുക. യാ മുബ്ദിഉ യാ മുഈദു ദക്കിർനി മാ നസീതു, ഈ ദിക്ർ നിങ്ങൾ 19 പ്രാവശ്യം ചൊല്ലുക. മുബ്ദിഉ മുഈദുമായ റബ്ബേ, ഞാൻ മറന്നുപോയ കാര്യങ്ങളെല്ലാം നീ എനിക്ക് ഉണർത്തി തരണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഈ ദിക്ർ 19 പ്രാവശ്യം ചൊല്ലുക. എന്നതിന് ശേഷം ഈ ദിക്ർ 21 പ്രാവശ്യം ചൊല്ലുക. യാ അല്ലാമൽ ഉയൂബ് ഫലാ യഫൂതുഹു ശൈഉം മിൻ ഇൽമിഹി യാ അല്ലാം. ഇതിൻ്റെ അർത്ഥം, മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയുന്ന അല്ലാഹുവേ, ഞാൻ പഠിച്ച അറിവിൽ നിന്ന് ഒന്നും നീ നഷ്ടപ്പെടുത്തി കളയല്ല റബ്ബേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ ദിക്റും നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരുന്നു കൊണ്ട് 21 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം നിങ്ങൾ അവസാനമായിട്ട് ഒരു ദിക്റും കൂടി ചൊല്ലുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ബിഹക്കി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദിക്റും നിങ്ങൾ അവസാനമായിട്ട് ഒരു പ്രാവശ്യം ചൊല്ലുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്നും ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എക്സാം എഴുതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിച്ച് മറന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. മാത്രമല്ല പരീക്ഷ നിങ്ങൾക്ക് എളുപ്പമാവുകയും നല്ലൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്രക്കും വലിയ പവറുള്ള ദിക്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞു തന്നത്. ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഓർമ്മശക്തി കുറവുള്ള എല്ലാവർക്കും ചൊല്ലാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ സൂറത്ത് നിങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു പ്രാവശ്യം ഓതുക. ഈ ദിക്റും നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലിയാൽ നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകുകയും നല്ല ബുദ്ധിശക്തി വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇത് ജീവിതത്തിൽ ചെയ്യുക. പരീക്ഷയൊക്കെ എളുപ്പമായി നല്ലൊരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും നിങ്ങൾ ഈ കാര്യം ജീവിതത്തിൽ ചെയ്താൽ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.